ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനന്തനെ സംശയിച്ചിട്ടോ അനന്തന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. ജഗന്റെ മരണത്തില് അംബികയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ മോൾ എന്തൊക്കെ അനുഭവിച്ചു ഒക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല മോളെ. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ അമ്മ? ഇതൊക്കെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആണെന്നങ്ങ് കരുതിയാ മതി. എന്നാലും എന്റെ മോളുടെ അനുഭവങ്ങള് വല്ലാത്തത് തന്നെയാ. ഞാനിപ്പോഴും ആ ടെൻഷനിൽ നിന്ന് മോചനം നേടിയിട്ടില്ല മക്കളെ. എന്റെ മനസ്സിൽ എപ്പോഴും പെടഞ്ഞു വീഴുന്ന ജഗന്നാഥേട്ടന്റെ മുഖം. എന്നാലും സത്യത്തില് ആ ദുഷ്ടത്തരം ചെയ്തത് ആരായിരിക്കും? പ്രതികളെയൊക്കെ പോലീസ് കണ്ടെത്തും. ഋതുവിന് വെച്ച കെണി. ഋതു അതിൽ നിന്ന് ഊരിപ്പോന്നതുകൊണ്ട് മറ്റൊരു പ്രതിയെ അവർക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ. അപ്പോ യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തില്ല. പ്രതികള് പോലീസുകാരെ തളച്ചിടാൻ കെൽപ്പുള്ളവരായിരിക്കും. പക്ഷെ അവര് തൊട്ടത് ഈ രാജുവിന്റെ പെണ്ണിനെയാ. അഹങ്കാരത്തോടെ അല്ല, അഭിമാനത്തോടെ ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് തരുന്നു. 2 ദിവസം താമസിച്ചാലും ആ മുഖങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഒരു കോടതിയിലും കയറ്റാതെ ഞാൻ ശിക്ഷിച്ചിരിക്കും. I will form my court. That court will punish them. I will be the judge. അല്ല, അച്ഛനെന്താ രാവിലെ? നോക്കിയടാ, കൊറേ ദിവസമായിട്ട് വിചാരിക്കണു അവിടേക്കൊന്ന് കളച്ചിടണമെന്ന്. കാച്ചിലും ചേമ്പൊക്കെ നടന്ന സമയായില്ലേ? ഞാറ്റുവലല്ലേ വന്നത്. അതൊക്കെ എങ്ങനെയാ അലക്കൊഴിഞ്ഞിട്ട് നേരോട്ടൊന്ന് ചോദിക്കണ പോലെയല്ലേ? നിനക്ക് എവരുടെ സമയം? നമുക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമുണ്ടോ? അല്ല, നിങ്ങൾ ഇന്നലെ രാത്രി പെട്ടെന്ന് അവിടെ പോയതാ? അത് അമ്മയെ കാണാൻ വേണ്ടി പോയതാ. ഓ, അമ്മയെ പെട്ടെന്ന് കാണണമെന്ന് ഋതുവിന് ആഗ്രഹം പറഞ്ഞു. അതാ ഞങ്ങൾ പോയേ. ആ പാവത്തിനെ കരയിപ്പിക്കരുന്ന എന്റെ ആഗ്രഹം. പക്ഷേ വർമ്മ സാറിന് നിന്നോടുള്ള വഴക്ക് കൂടും. ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ കരയിപ്പിക്കാൻ പറ്റുമോ? സംഗതി നേരാടാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അച്ഛൻ തൂമ്പയുണ്ടെന്ന് ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട, നീ ഇതൊന്നും ചെയ്യണ്ട. നിനക്ക് അത്ര ശീലമില്ല. ശീലമില്ലാത്തവര് തൂമ്പെടുത്ത് കളച്ചാ നടുവിന് നീർക്കെട്ട് വീഴും. അല്ലടാ, നിനക്കിന്ന് വർമ്മ സാറിന്റെ അടുത്ത് പോണ്ടേ? പോണം, സമയമായിട്ടില്ലല്ലോ. ഞാൻ നിന്നോടൊരു കാര്യം പറയാതിരിക്കായിരുന്നു. എന്താ? നമ്മുടെ പല പ്രശ്നങ്ങൾക്കിടയിൽ ശ്രീലക്ഷ്മിയുടെ കാര്യം നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അവൾക്കിപ്പോ മാസം 4. ഞാനും ഓർക്കാഞ്ഞിട്ടല്ലച്ചാ. നമുക്കിവിടെ 100,000 പ്രശ്നങ്ങളല്ലേ. ഒരു കാര്യം ചെയ്യ്, അച്ഛനമ്മയും കൂടി പോ. വേണമെങ്കിൽ പ്രിയ ചേച്ചിയും കൂടി കൂട്ടിക്കോ. എനിക്ക് അവളെ കാണണമെന്നുണ്ട്. പക്ഷെ ഞാനും ഋതുവും കൂടി ചെന്ന ഹരീഷ് പിശാച് കുരിശ് കണ്ടതുപോലെയാവും. പിന്നെ വഴക്കാവും. എവിടെയാ പിശാച്? ഇവിടെ ഒരു പിശാച് ഉണ്ടായിരുന്നു, കൊച്ചമ്മണി പിശാച്.
അവര് ദുബായി പോയി. ദുബായിക്കോ? അവിടെ എന്ത് കാര്യത്തിന്? ഈന്തപ്പനയുടെ ചുവട് തൂക്കാൻ. അവര് ചൂൽ എക്സ്പേർട്ട് അല്ലേ? അറബി വിളിച്ചിട്ട് പോയെന്ന് അവര് പറഞ്ഞു. എന്താടാ നിന്റെ അച്ഛൻ ഓട്ടോ ഓടിക്കൽ നിർത്തി പറമ്പ് കളിക്കാൻ തുടങ്ങിയോ? മലയാളി മറന്നുപോയ തൊഴിലാടി. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേടി. ചെയ്തോ ചെയ്തോ, എനിക്കെന്താ. അളിയൻ നേരത്തെ റെഡിയായി പോവാണോ? ആ ശൂർപ്പണ കുറെ ദിവസം ലീവ് വന്നിരിക്കുന്നു. ആ, ഇന്ന് മുതൽ എത്താൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവര് കൊറേ ദിവസം മാറ്റി നിർത്തിയത് എന്തിനായിരുന്നു? അവൾക്ക് പല ഉദ്ദേശങ്ങളും കാണുമായിരിക്കും. ഇവൻ അറിയാൻ പാടില്ലാത്ത പല ഉദ്ദേശങ്ങളും. അതാ അവൾ അവന് ലീവ് കൊടുത്തത്. ഹോ, ഇങ്ങനൊരു ദുഷ്ടത്തി. ആ മക്കള് വാ, എന്നെ ഒന്ന് സഹായിക്കേ. അളിയ ഞാൻ ഇറങ്ങണേ. ആ. അംബിക ഇവനെ ഒഴിവാക്കി നിർത്തിയത് ഇവനിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കാനായിരിക്കോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അനന്തരം സംശയിച്ചിട്ടോ അനന്തന്റെ പുറകെ പോയിട്ടോ ഒരു കാര്യമില്ല. ജഗന്റെ മരണത്തില് അംബികയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. എന്തായാലും ഞാൻ ഇന്ന് മുതൽ വർമ്മ സാറിന്റെ ഒപ്പമുണ്ട്. ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അംബികയുടെ ആക്ടിവിറ്റീസ് എന്തായിരുന്നെന്ന് ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഇനി അവരങ്ങനെ വിട്ടാ പറ്റില്ല. സർ, എന്താടോ? ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ആളാരാ? ആളകത്തുണ്ട്. അതിരാവിലെ ആനന്ദ് എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശേഖരവർമ്മയുണ്ടല്ലോ. അകലേ